എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ നമ്മുടെ ആൾക്കാരെല്ലാവരും ചേർന്ന് ആ കുഞ്ഞുങ്ങളെ ചെയിനൊക്കെ ഇട്ട് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഉസോപ്പ് പറയും എങ്ങനെയെങ്കിലും ആ മാസ്റ്ററിനെ കണ്ടെത്തണം, അതിനുശേഷം ഈ കുഞ്ഞുങ്ങൾക്ക് മെഡിസിൻ കൊടുത്ത് അവരെ നോർമലാക്കണം. അവരെ നോർമലാക്കാതെ ഒരിക്കലും നമുക്ക് അവരെ ഇവിടുന്ന് കൊണ്ടുപോകാനോ രക്ഷിക്കാനോ സാധിക്കില്ല. നാമിക്കാണെങ്കിൽ ഭയങ്കര പേടി, കാരണം അവളാണ് അവർക്ക് കാവലിരിക്കേണ്ടത്. അവൾ ഉസോപ്പിന്റെ കൈയൊക്കെ ഞെരിച്ചു പറയും, പ്ലീസ് നിങ്ങൾ പെട്ടെന്ന് വരണം, ഞാൻ ഒറ്റയ്ക്കാണ്, എനിക്ക് ഭയങ്കര പേടിയാണ്. നാമിക്ക് കൂട്ടായിട്ട് ഇപ്പൊ നമ്മുടെ ചോപ്പറിനെ കൂടെ അവിടെ നിർത്തി അവരെല്ലാവരും പുറത്തേക്ക് പോകും. കട്ട് ചെയ്ത കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട ആ രണ്ട് ജയന്റ് അവരാണെങ്കിൽ ഇപ്പൊ ആർക്കോ ഇൻഫർമേഷൻ പാസ് ചെയ്യും. നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ സോറോയെയും നാമിയെയും ബ്രോക്കിനെയും ഒരു 3 പേരെയും ഞങ്ങൾ തട്ടിക്കളഞ്ഞു, അവർക്കിപ്പോ ജീവനില്ല. ഉടനെ ഓപ്പോസിറ്റ് ഉള്ളവർ ചോദിക്കും, നിങ്ങൾ എന്താ പറയണേ, അവര് മരണപ്പെട്ടോ? അതിനെ ഇവര് ദേഷ്യപ്പെട്ടു പറയും, അതെ അവര് മരണപ്പെട്ടു. ആരെങ്കിലും കൊല്ലാനുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങളെ വിളിക്കാൻ പാടുള്ളൂ, അല്ലാതെ എന്തെങ്കിലും സില്ലി കാര്യത്തിന് ഞങ്ങളെ വിളിക്കരുത്. ഓപ്പോസിറ്റ് ഉള്ളവരാണെങ്കിൽ അത് കേട്ട് പേടിച്ചു പറയും, ആക്ച്വലി മാസ്റ്റർ അവരുടെ മരണം കൺഫേം ചെയ്യാൻ പറഞ്ഞു, അതുകൊണ്ടാണ് ഞങ്ങൾ എടുത്ത് ചോദിച്ചത്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ സീസറിന്റെ ലാബ് കാണിക്കും. അവർക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം സ്ട്രോഹാറ്റ് ലൂഫിയുടെ ടീമിലുള്ള 3 പേരെ തകർത്തതില്. പക്ഷേ മാസ്റ്ററിനാണെങ്കിൽ സംശയം വിട്ടുമാറിയിട്ടില്ല, കാരണം സ്ട്രോഹാറ്റ് ലൂഫിയുടെ ടീം അത് ഭയങ്കര സ്ട്രോങ്ങും പവറുമാണ്. അവരെ അത്ര പെട്ടെന്നൊന്നും ഇല്ലാതാക്കാൻ ആരെക്കൊണ്ടും കഴിയില്ല. സോ ആ ഒരു വാർത്ത അത് സത്യമായിരിക്കും ചിന്തിച്ച് അവൻ കൺഫ്യൂസ്ഡ് ആവും. സീസർ ആണെങ്കിൽ ഇപ്പൊ ട്രഫാർഗർ ലോയോട് ചോദിക്കും, നിനക്ക് ഇതിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? അതിനാൽ ലേഡി പറയും, 2 വർഷങ്ങൾക്ക് മുൻപ് ലൂഫിയെയും അവന്റെ ടീമിനെ പ്രൊട്ടക്ട് ചെയ്തത് അത് ഈ ട്രഫാർഗർ ലോ ആണ്. അത് കേൾക്കേണ്ട താമസം മാസ്റ്റർ ആണെങ്കിൽ ഒരു ഗണ്ണെടുത്ത് ട്രഫാർഗർ ലോയ്ക്ക് നേരെ പോയിന്റ് ചെയ്യും. സത്യം പറയും, നീയാണോ അവരെ ഇവിടേക്ക് കൊണ്ടുവന്നത്? അതിനവനാണെങ്കിൽ ടെൻഷൻ ആവും, നീ എന്താ ഈ പറയണേ? അവരിവിടേക്ക് വരുന്ന കാര്യമൊന്നും എനിക്കറിയില്ല. എൻട്രൻസിൽ വെച്ചാണ് ആ കുഞ്ഞുങ്ങളുടെ കൂടെ അവരെ പലരെയും ഞാൻ കണ്ടത്. അഥവാ അവരിവിടേക്ക് വരുന്ന കാര്യം എനിക്ക് നേരത്തെ അറിയാമായിരുന്നുവെങ്കിൽ ഞാൻ നിനക്ക് ഇൻഫർമേഷൻ തന്നേനെ. ആക്ച്വലി നീ വിജിലന്റ് ആയിരുന്നില്ല, അതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത്. അത് കേൾക്കുമ്പോ മാസ്റ്റർ ഒരു സെക്കൻഡ് ട്രഫാർഗറിലോ അവൻ എങ്ങനെയാണ് ഇവിടെ എത്തിയെന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പൊ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കിലാണെങ്കിൽ ഇപ്പൊ മാസ്റ്റർ ആള് ഹായ് ആയിട്ട് ഇപ്പൊ റിസർച്ച് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഒരു കോള് വരിക. കോളിൽ മറ്റൊന്നും ആയിരിക്കില്ല പറയുക, മാസ്റ്റർ കാണാൻ ഒരു വാർലോഡ് ഇവിടേക്ക് എത്തിയിട്ടുണ്ട് എന്നായിരിക്കും. മാസ്റ്റർ ആണെങ്കിൽ വാർലോഡിനകത്തേക്ക് ക്ഷണിക്കും. അത് മറ്റാരുമല്ല, സാക്ഷാൽ ട്രഫാർഗറിലോ അവിടെ ചുറ്റും നോക്കും. എനിക്ക് ഈ ഐലാൻഡ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇവിടേക്ക് അത്രയ്ക്ക് പെട്ടെന്നൊന്നും ആർക്കും വരാൻ കഴിയില്ല. സോ ഇനി മുതൽ നിങ്ങളുടെ കൂടെ നിങ്ങളോടൊപ്പം ഒരാളായി ഞാനും ഈ ഐലാൻഡിൽ ഉണ്ടാവും. ഡോക്ടർ വേഗ് ഓഫ് പങ്കിന്റെ ഒരുപാട് അടയാളങ്ങൾ ഇവിടെ ഉണ്ട്, അതൊക്കെ എനിക്ക് കണ്ടെത്തണം. അതിനാണ് ഞാൻ പ്രധാനമായിട്ട് ഇവിടേക്ക് വന്നത്. സോ എനിക്കിപ്പോൾ ആവശ്യം ഈ ഐലാൻഡിലൂടെയും ഈ ലാബിലൂടെയും സൗകര്യമായിട്ട് വിഹരിക്കണം. അതിന് പെർമിഷൻ നീ തരണം. നിന്റെ കാര്യങ്ങളിലൊന്നും ഞാൻ തലയിടില്ല, അതുപോലെ തന്നെ എന്റെ കാര്യങ്ങൾ തലയിടാൻ നീയും പാടില്ല. നിന്റെ മാസ്റ്റർ ജോക്കറിനോട് പോലും ഞാനിവിടെ ഉള്ള കാര്യം അത് ഷെയർ ചെയ്യാനായിട്ട് പാടില്ല. ഉടനെ ആ ചീഫ് അവനാണെങ്കിൽ ചിറകൊക്കെയുള്ള ആ ലേഡിയുടെ അടുത്ത് ചോദിക്കും. അതിനവള് പറയും, ഇവൻ നല്ലൊരു ഡോക്ടറാണ്, സോ നമുക്കിവനെ കൊണ്ട് ഒരുപാട് പ്രയോജനം ഉണ്ടാവും. സോ കുഴപ്പമില്ല, നമുക്കിവനെ നമ്മുടെ കൂടെ കൂട്ടാം. അത് കേൾക്കുമ്പോൾ ചീഫിനും അതിന് സമ്മതാവും. ചീഫ് പറയും, ഓക്കെ കുഴപ്പമില്ല, നിനക്ക് ഞങ്ങളുടെ കൂടെ കൂടാം, പക്ഷെ ഞങ്ങളുടെ റിസർച്ചിൽ കുറച്ച് ഹെൽപ്പൊക്കെ ഞങ്ങൾക്ക് ചെയ്യണം. ഇവിടെ ഒരുപാട് പേർക്ക് അരയ്ക്ക് താഴേക്ക് തളർന്നു കിടക്കുകയാണ്. അവർക്ക് നടക്കാനുള്ള ചില ഫെസിലിറ്റീസ്, ഹെൽപ്പ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നീ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അവിടുന്ന് അങ്ങനെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇപ്പൊ പ്രസന്റ് കാണിക്കും. ആ ചീഫ് പറയും, പോയ കുട്ടികളെല്ലാവരും തിരികെ എത്തും, കാരണം എല്ലാ ദിവസവും അവർക്ക് ഞാൻ ഈ ടാബ്ലറ്റ് കൊടുക്കുന്നുണ്ട്. ഇതവർ ഒരു ദിവസം കഴിച്ചിട്ടില്ലെങ്കിൽ ഉറപ്പായാലും അവർക്ക് ഭ്രാന്ത് പിടിച്ച് അവർ വയലന്റായി ചുറ്റുമുള്ളവരെയൊക്കെ അറ്റാക്ക് ചെയ്ത് തിരികെ ഇവിടേക്ക് തന്നെ വരും. ട്രഫാർഗർ ലോയ്ക്കാണെങ്കിൽ അത് തീരെ ഇഷ്ടാവില്ല. അവൻ പ്രത്യേകിച്ച് ഒന്നും പറയാതെ അവിടുന്ന് പുറത്തേക്ക് പോകും. കട്ട് ചെയ്ത ഇവിടെ നാമി, അവൾക്കാണെങ്കിൽ ഭയങ്കര ടെൻഷൻ. അവൾ പുറത്തേക്ക് പോയ നമ്മുടെ ആൾക്കാർക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. അവൾ ആ കുഞ്ഞുങ്ങളെയൊക്കെ നോക്കി പുറത്തേക്ക് നോക്കുന്ന കറക്റ്റ് സമയം അതിന് പുറത്തായിട്ട് വലിയൊരു പൊട്ടിത്തെറി ശബ്ദം കേൾക്കും. അവിടെ മുഴുവൻ ഇപ്പൊ ഇളകി മറിയാണ്. അതേസമയം ഇവിടെ ലൂഫിയാൻ ടീം അവരാണെങ്കിൽ ഇപ്പൊ അവരുടെ തൊട്ടു മുൻപിൽ വലിയൊരു കാൽപ്പാട് കാണും. ലൂഫിയാണെങ്കിൽ അത് അളന്നൊക്കെ നോക്കും, ഭയങ്കര വലുതാണ്. അത് അവര് വന്ന അതേ സ്ഥലത്തേക്ക് ലക്ഷ്യമാക്കിയാണ് പോയിരിക്കുന്നത്. അതുമാത്രമല്ല, ചോപ്പറുള്ള ആ സ്ഥലത്ത് നടക്കുന്ന പൊട്ടിത്തെറിയുടെ ശബ്ദം അതവര് കേൾക്കും. ഉടനെ ഉഷാറായിട്ട് അവരിപ്പോ അവിടേക്ക് തിരികെ ഓടുകയാണ്.
ഇവിടെ ചോപ്പർ ആണെങ്കിൽ പേടിച്ച് പുറത്തേക്ക് നോക്കും. അവൻ കാണും എപ്പിസോഡിന്റെ തുടക്കത്തിൽ കണ്ട ആ വില്ലന്മാര് അവര് ഗണ്ണൊക്കെ ഉപയോഗിച്ച് അച്ചരം പൊച്ചരം ഷൂട്ട് ചെയ്യാണ്. ഇവിടെ ചോപ്പറും നാമയാണെങ്കിൽ പേടിച്ച് വരച്ചിരിക്കുകയാണ്. പക്ഷെ ഇതൊന്നും അറിയാതെ നമ്മുടെ ബ്രൗൺ ബിയേർഡ് ആളിപ്പോഴും കൂർക്കം വലിച്ചുറങ്ങാണ്. അടുത്ത നിമിഷം ആളുടെ തലയിലേക്ക് വലിയൊരു ഉരുളങ്കല്ല് വന്ന് വീഴും. ആള് ഞെട്ടി എഴുന്നേക്കും. എന്തുപറ്റി? ഇവിടെ എന്താ നടക്കണേ? ആരാ കല്ല് വെച്ച് എന്റെ തലയ്ക്ക് വലിച്ചെറിഞ്ഞ്? ഇവിടെ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. ഒരുപക്ഷെ എന്നെ രക്ഷപ്പെടുത്താനായി ട്രഫാൽഗർ ലോയോ അല്ലെങ്കിൽ എന്റെ മാസ്റ്ററോ ഇവരിൽ ആരെങ്കിലും ഒരാള് ഇവിടേക്ക് വന്നിട്ടുണ്ടാവും. തീർച്ചയായിട്ടും അവരെന്നെ രക്ഷപ്പെടുത്തുമെന്ന് പറഞ്ഞ് അവൻ തുള്ളിച്ചാടും. അവനാണെങ്കിൽ കാര്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യും. അവന് പിടികിട്ടും അവിടേക്ക് ആരാണ് വന്നതെന്ന്. നാമി ഉടനെ അവന്റെ അടുത്തേക്ക് വരികയാണ്. സത്യം പറയടാ, ആരാണ് നമ്മളിപ്പോ അറ്റാക്ക് ചെയ്യുന്നേ? നിനക്കിതിന്റെ സത്യം എന്താണെന്ന് അറിയാം. നിന്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം നീ എന്തോന്ന് മറച്ചു വെക്കുന്നുണ്ടെന്ന്. പക്ഷെ അവനാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു ഭാവവ്യത്യാസവും ഇല്ലാതെ പാറ പോലെ നിൽക്കും. നാമിക്ക് കലിയിളകി അവള് ഫ്രാങ്കിയുടെ ബോഡിയിലുള്ള ബീം പവർ അത് ഉപയോഗിക്കാൻ ശ്രമിക്കും. കമോൺ, ബീം പവർ വരട്ടെ, ബീം ബീം എന്നൊക്കെ പറഞ്ഞ് അവള് നിലവിളിച്ചു കൊണ്ടേയിരിക്കും. പക്ഷെ ഫ്രാങ്കിയുടെ ബോഡി കൂടി കൺട്രോൾ ചെയ്യാൻ ഫ്രാങ്കിയെ കൊണ്ട് മാത്രമേ പറ്റൂ. ഇവിടെ ബ്രൗൺ ബിയേർഡ് അവനിപ്പോ നാമിയെ പുച്ഛിക്കും. നിങ്ങൾക്കെന്നല്ല ഞങ്ങൾക്ക് പോലും അവരാരാണെന്ന് അറിയില്ല. 2 ജയന്റുകളാണ്. പക്ഷെ ഇതുവരെ ഞങ്ങൾ അവരെ നേരിട്ട് കണ്ടിട്ടില്ല. അവരാണ് ഇപ്പൊ ഇവിടെ അറ്റാക്ക് ചെയ്യുന്നത്. പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളെ 2 പേരെയും അവർ ലിസ്റ്റിൽ പെടുത്തി കാണുമെന്ന് പറഞ്ഞ് അവൻ പൊട്ടിച്ചിരിക്കും. അപ്പോഴായിരിക്കും അതിലൊരു ജയന്റ് ഗണ്ണൊക്കെ എടുത്ത് അവിടേക്ക് കയറി വരിക. അവൻ നേരെ ഗണ്ണ് പോയിന്റ് ചെയ്യുക. അത് ആ ബ്രൗൺ ബിയേർഡിന് നേർക്കായിരിക്കും. അവനാണെങ്കിൽ ഫുൾ ടെററായിട്ട്, നീയല്ലേ ബ്രൗൺ ബിയേർഡ്, നീയും ഞങ്ങളുടെ ലിസ്റ്റിലുണ്ട്, നിന്നെ ഞങ്ങൾ കൊല്ലാൻ പോവാണ്. നാമിയും ചോപ്പറും ആണെങ്കിൽ അത് കേട്ട് ഷോക്കാവും. പക്ഷേ നമ്മുടെ ബ്രൗൺ ബിയേർഡ് അവൻ ചിരിക്കും. നീ വെറുതെ തമാശ പറയാണോ? ആ നിങ്ങളുടെ ടീമല്ലേ? സത്യം പറയ്, ക്യാമറ എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നേ? ഇതൊരു പ്രാങ്ക് അല്ലേ? നീ ആ വില്ലന്മാരുടെ കാര്യം നോക്ക്. ഈ ചെയിൻ ജസ്റ്റ് ഒന്ന് അഴിച്ചു തന്നാ മതി, ഞാൻ അപ്പൊ തന്നെ രക്ഷപ്പെട്ടോളാം. ഉടനെ ആ ജയന്റ് ആണെങ്കിൽ മാസ്റ്ററുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ആ ഒരു റെക്കോർഡ് അതവന് കേൾപ്പിച്ചു കൊടുക്കും. ആ ഒരു റെക്കോർഡില് അവന്റെ മാസ്റ്റർ ആളിപ്പോ ബ്രൗൺ ബിയേർഡിനെ തട്ടിക്കളയാൻ പറയുന്നത് അവൻ കറക്റ്റ് ആയിട്ട് കേൾക്കും. ബ്രൗൺ ബിയേർഡ് ഷോക്കായിട്ട്, ഓ മൈ ഗോഡ്, എന്റെ മാസ്റ്റർ തന്നെ എന്നെ ചതിച്ചു അല്ലേ, ഞാൻ ഇനി എന്താ ചെയ്യാൻ ചോദിച്ച് അവൻ കരയാനായിട്ട് തുടങ്ങും. അതേസമയം ലൂഫിയും ടീമും ആണെങ്കിൽ അവിടേക്ക് ലക്ഷ്യം വെച്ച് വരികയാണ്. ഗുഹയിൽ നിന്ന് ഒരുപാട് പുകയൊക്കെ പുറത്തേക്ക് പോകുന്നത് കാണുമ്പോൾ അവന്റെ ഹാർട്ട് ബീറ്റ് അത് കൂടി വരും. ബ്രൗൺ ബിയേർഡ് ആണെങ്കിൽ ഇപ്പോൾ ഒരുപാട് ടെൻഷനിലാണ്. കാരണം അവൻ അത്രയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്ന അവന്റെ മാസ്റ്റർ കാലില്ലായിരുന്ന അവനെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് കാലുകൾ കൊടുത്ത് ഇവിടം വരെ എത്തിച്ച അവന്റെ മാസ്റ്റർ ആള് തന്നെ അവനെ കൊല്ലാൻ കൽപ്പിച്ചിരിക്കുകയാണ്. അവൻ മാസ്റ്ററുടെ പേര് വിളിച്ച് കരയും. പക്ഷെ അപ്പോഴേക്കും ആ ജയന്റ് അവനെ ഷൂട്ട് ചെയ്യും. അതിനുശേഷം വീണ്ടും അറഞ്ചം പുറഞ്ചം അവനെ ഷൂട്ട് ചെയ്യാണ്. നാമിക്കും ചോപ്പറിനും ആണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഉടനെ അടുത്ത ജയന്റ് അവനിപ്പോ ആ ഷൂട്ട് ചെയ്ത ജയന്റിനെ അവന്റെ അടുത്തേക്ക് വിളിക്കും. ഒരുപാട് നേരം അവനെ ഷൂട്ട് ചെയ്യണ്ട, രക്തം ആ കുഞ്ഞുങ്ങളുടെ ബോഡിയിൽ വീഴും. അവരെ നമുക്ക് ആവശ്യമുണ്ട്, സോ വേഗം മുകളിലേക്ക് വാ. അതേസമയം ലൂഫി ആണെങ്കിൽ ആ ജയന്റ് വില്ലനെ കണ്ട് അവന് നേരെ എടുത്തു ചാടും. അവനാണെങ്കിൽ ഇപ്പൊ ലൂഫിയെ ഷൂട്ട് ചെയ്ത് ദൂരേക്ക് തെറിപ്പിക്കും. ഞൊടിയിടയിൽ അതിലൊരു വില്ലൻ ഇപ്പൊ നമ്മുടെ നാമിയെ അവിടെ അങ്ങനെ ചുരുട്ടിയെടുത്ത് കൊണ്ടുപോവാണ്. ഓപ്പറാണെങ്കിൽ ടെൻഷനായി ഇപ്പൊ നിലവിളിച്ചുകൊണ്ട് പുറത്തേക്ക് വരും. നമ്മുടെ നാമിയെ അവര് കൊണ്ടുപോയി എത്രയും വേഗം അവളെ രക്ഷിക്കണം. വില്ലന്മാരാണെങ്കിൽ നാമിയെ കൂട്ടി ഉഷാറായിട്ട് അവിടെ ഓടും. മറ്റൊരു ഭാഗത്ത് സ്മോക്കറും ടഷിക്കയും അവരാണെങ്കിൽ അവരുടെ വമ്പ ടീമൊക്കെ ആയിട്ട് ആ മാസ്റ്ററിനെ അന്വേഷിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. G5 ഒരു ടീമാണെങ്കിൽ ആ കപ്പലെടുക്കാനായിട്ട് ട്രൈ ചെയ്യും. പക്ഷെ വില്ലന്മാരാണെങ്കിൽ അവർ അറ്റാക്ക് ചെയ്യാണ്. സ്മോക്കറിന് മനസ്സിലാവും ഇനി അവൻ കളത്തിൽ ഇറങ്ങിയേ പറ്റുമെന്ന്. അതേസമയം നമ്മുടെ ട്രഫാൽഗറിലോ അവനാണെങ്കിൽ ബാക്ക് ഡോർ തുറന്ന് പുറത്തേക്ക് പോകുമ്പോഴായിരിക്കും മഞ്ഞ കോട്ടിട്ട് 2 വില്ലന്മാര്. അവരാണെങ്കിൽ ഫുൾ കലിപ്പില്, നീ എവിടേക്ക് പോകുന്നു? ഇപ്പൊ നീ പുറത്തേക്ക് പോകാൻ പാടില്ല. അത് കേട്ട് ട്രഫാൽഗറിലോ വമ്പം കലിപ്പില് ഒരു സർക്കിൾ ക്രിയേറ്റ് ചെയ്ത് അവർ 2 പേരെയും വെട്ടിയിടുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.